ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജാസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കീറ്റോ ഡയറ്റിന് പറ്റിയൊരു റെസിപ്പിയാണ്. കീറ്റോ ഡയറ്റ് മാത്രമല്ല, വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നേരത്തെ ഒരു ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒലിവ് ഓയിലോ ബട്ടറോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള എണ്ണ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് എല്ലില്ലാതെ നീളത്തിൽ മുറിച്ചിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നീളത്തിൽ വേണം. ക്യാബേജിൻ്റെ ഒക്കെ ആ ഒരു സ്ട്രിങ് പോലെ തന്നെ നമ്മൾ ചിക്കൻ്റെ ഇതും അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതേപോലെ ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഇട്ട് കൊടുത്ത ചിക്കനിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടപ്പ് വെച്ച് മൂടി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മൂടി തുറന്നിട്ട്. എന്നിട്ട് നന്നായിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് ഒരു നുള്ളു അതിൻ്റെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടിയും വിതറി കൊടുക്കുക. എന്നിട്ട് അടപ്പൊന്ന് വെച്ച് മൂടി വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രാമ്പിൾ ചെയ്ത് കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും. പൊടിയാതെ കഷ്ണങ്ങളായിട്ട് തന്നെ മുട്ട നമുക്ക് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മൂടി വെക്കുന്നത്. തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒന്ന് അടിയിലൊക്കെ കുറച്ചൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പോരാ, ഇനി നമ്മൾ ഇത് ഇളക്കി കഴിഞ്ഞാൽ വീണ്ടും ചെറുതായിട്ട് തന്നെ പോവും. അപ്പോൾ ചിക്കൻ എല്ലാം കൂടി ഞാൻ എൻ്റെ മീതൊക്കെ ഒന്ന് പൊത്തി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി. ഇപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ചിക്കനും മുട്ടയൊക്കെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ആ പാനിൽ തന്നെ നമുക്കൊരല്പം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു 3-4 പീസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക, അതായത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി ഇതേപോലെ മൂത്ത് വന്ന ശേഷം ഇനി ഇതിലേക്കൊരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവുള്ളതായതുകൊണ്ട് ഒരെണ്ണ ചേർക്കണുള്ളൂ. അത് ഇതേപോലെ ചെറുതായി അരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതേപോലെ ചതുരത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് അത് കഴിഞ്ഞിട്ട് പാകത്തിന് ഉള്ളിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വലിയൊരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം. ഇതേപോലെ ചതുരത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ചേർക്കേണ്ടത് ഇതിലേക്ക് ക്യാബേജാണ്. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇതേപോലെ നീളത്തിൽ വേണം ക്യാബേജ് അരിയാണ്, ചെറുതായി കുനുകുനാന്ന് അരിയരുത്. ഇതേപോലെ നീളത്തിൽ ക്യാബേജ് അരിഞ്ഞ് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അടപ്പ് കൊണ്ട് മൂടി വെക്കണം. മൂടി വെച്ച് ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. വെള്ളം ചേർത്തത് വേവിച്ചെടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. മൊത്തം മസാലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ ഇത് കുറഞ്ഞ തീയിലിട്ടിട്ട് ഒരു മൂടി വെച്ചിട്ട് വേണം, ടൈം എടുത്താലും കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 സ്പൂണോളം ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കുമ്പോൾ അതേപോലെ എണ്ണയിലിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു ലേശം അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും മുട്ടയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാവരും ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു നേരത്തെ ഒരു ഫുഡ് എന്ന പോലെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവരുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ആ തൊട്ടപ്പുറത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.